തെറ്റ് ചെയ്യാതെ പീഡനമേൽക്കേണ്ടി വന്ന ഒരാൾക്ക് നിശബ്ദനാകാൻ പറ്റുമോ? തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടാതിരിക്കുന്ന സാഹചര്യത്തിൽ അത് നീതീകരിക്കാൻ കഴിയുന്നതാണ്. ഡോക്ടർ ഹാരിസ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് താൻ ഇനിയൊന്നും തുറന്നു പറയുന്നില്ല, താൻ ജോലിക്ക് കയറുകയാണ്, തനിക്ക് ആരുമായും പ്രശ്നങ്ങളില്ല, എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു, അപ്പോൾ എല്ലാം സമവായത്തിലേക്ക് നീങ്ങി എന്നത് നമ്മൾ കരുതിയതാണ്. പക്ഷേ ആ ഡോക്ടർ ഹാരിസിന് വീണ്ടും ഒരു തുറന്നു പറച്ചിൽ വേണ്ടി വന്നിരിക്കുന്നു. അദ്ദേഹം KGM-CTA വാട്സപ്പ് ഗ്രൂപ്പിലാണ് തന്നെ സുഹൃത്തുക്കൾ പിന്നിൽ നിന്ന് കുത്തി എന്ന തരത്തിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു സന്ദേശം ഇട്ടത്. അതിന് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ പലതായിരിക്കാം. ഒരു സഹപ്രവർത്തകനായ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കാൻ, അതും ജീവിതത്തിൽ അവരോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത വ്യക്തിയെ, കാണിച്ച വ്യഗ്രതയും നാടകീയതയും ഈ കോളേജിന്റെ ചരിത്രത്തിൽ എഴുതി ചേർക്കേണ്ടതാണ് എന്നതാണ് അദ്ദേഹം അതിൽ കുറിച്ചിരുന്നത്. അത് ഹിപ്പോക്രാറ്റിക് പ്രതിജ്ഞയ്ക്ക് വിരുദ്ധമാണ്. സാധാരണക്കാരന് വേണ്ടി സംസാരിച്ചപ്പോൾ ലോകം കൂടെ നിന്നു. പക്ഷേ എല്ലാ ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളും എല്ലാ വിഭാഗം ജനങ്ങളും അത് ഏറ്റു പറഞ്ഞിട്ടും എന്തോ ചില വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഒരു സഹപ്രവർത്തകനെ ജയിലിലേക്കും ഒരുപക്ഷെ മരണത്തിലേക്കും എത്തിക്കാൻ ശ്രമിച്ചവർ, അവർക്ക് കാലം മാപ്പ് നൽകട്ടെ എന്നൊരു കുറിപ്പാണ് അദ്ദേഹം KGM-CTA വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടത്. അത് പിന്നീട് വാർത്തയാകുന്നു. ഹാരിസിനെ കാണാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. അപ്പോൾ അദ്ദേഹം ആ ആരോപണം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി വീണ്ടും പറയുകയാണ്. ഇവിടെ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ആ തുറന്നു പറച്ചിൽ നടത്തിയതെന്ന് വെച്ചാൽ, അദ്ദേഹം ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുറി പരിശോധിക്കപ്പെടുകയാണ്. അദ്ദേഹം കള്ളനാണ് എന്ന് വരുത്തി തീർക്കാൻ 2 പേർ മാധ്യമങ്ങളെ കാണുകയാണ്. ആ വാർത്താ സമ്മേളനം മുകളിൽ നിന്ന് ഒരാൾ നിയന്ത്രിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ നിയന്ത്രിച്ച വ്യക്തിക്ക് സ്ഥാനക്കയറ്റം ഉൾപ്പെടെ നൽകി അംഗീകാരം കൊടുക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു എന്ന വാർത്തകൾ ഈ സമവായം ഉണ്ടായതിനു ശേഷം വരുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിന് ഈ തുറന്നു പറച്ചിലുകൾ വേണ്ടിവരുന്നത്. അദ്ദേഹം ഒരു തെറ്റും ചെയ്യാതെ പീഡനമേൽക്കേണ്ടി വന്ന വ്യക്തിയാണ്. തന്നെ മരണത്തിലേക്ക് വരെ തള്ളിയിടാൻ ശ്രമിച്ചു എന്നതാണ് ആ സഹപ്രവർത്തകർക്കെതിരെ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം. അപ്പോൾ അവർ നടത്തിയ വാർത്താ സമ്മേളനം അത് എന്തിനു വേണ്ടിയായിരുന്നു, ആർക്ക് വേണ്ടിയായിരുന്നു? അവിടെ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട്, അവർക്കെതിരെ നടപടിയില്ല. അതിനും അപ്പുറമാണ് അവർക്ക് അംഗീകാരം എന്ന നിലയിൽ പ്രൊമോഷൻ നൽകാനുള്ള നീക്കം നടക്കുന്നത്. ആ ഘട്ടത്തിലാണ് ഡോക്ടർ ഹാരിസിന് ചിലത് തുറന്നു പറയേണ്ടി വന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. നേരിട്ട് ചോദ്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എന്റെ വിശദീകരണം ചോദിച്ചതിന് ശേഷം മാത്രം അവർ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയായിരുന്നു. എന്നോട് എന്തും ആവശ്യപ്പെടാൻ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിപ്പിക്കാനോ എന്നെ ചോദ്യം ചെയ്യാനോ അവർക്ക് അധികാരമുള്ളവരാണ്. എന്റെ പ്രശ്നങ്ങൾ എന്നെ പോലെ മനസ്സിലാക്കേണ്ട എന്റെ അതേ ഉത്തരവാദിത്തങ്ങൾ ഉള്ളവർ തന്നെ എനിക്കല്ല ആ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തം. ആ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തം അത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. സ്ഥാപനത്തിന്റെ എല്ലാ മേലധികാരിക്കുള്ള ഉത്തരവാദിത്തങ്ങളാണത്. അപ്പോൾ ഞാനത് പറയേണ്ടി വന്നതും അവർക്ക് വേണ്ടിയും കൂടാണ് പറഞ്ഞത്. പക്ഷെ അവരാ സെൻസിലെടുക്കാതെ എന്നെ ശത്രുവായിട്ട് കാണുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത്. അത് എന്നെ എന്റെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും അത് വല്ലാതെ എന്നെ അഫക്റ്റ് ചെയ്തൊരു കാര്യമാണ്. അത് എന്റെ സഹപ്രവർത്തകർ എത്രയോ 30 വർഷം 30 അതിൽ കൂടുതൽ 1986 മുതൽ കാണുന്ന ആൾക്കാരാണ് പഠിച്ചതും, ഒപ്പം പഠിച്ചവരും, ഒപ്പം ജോലി ചെയ്തവരും, ഒപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തവരും ഒക്കെ ഉള്ളവരാണ്. അവരങ്ങനെ നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ഹാരിസിനെ കുടുക്കാൻ വാർത്താ സമ്മേളനം നടത്തിയത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പലുമാണ്. അവർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അവരെ മുകളിൽ നിന്ന് കൺട്രോൾ ചെയ്തത് ഡോക്ടർ വിശ്വനാഥനാണ്. ആ ഡോക്ടർ വിശ്വനാഥനെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറായി സ്ഥിര നിയമനം നൽകാനുള്ള നീക്കം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഡോക്ടർ ഹാരിസ് ചില കാര്യങ്ങൾ കൂടി തുറന്നു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിലും യാതൊരു തിരുത്തലിനും തയ്യാറാകുന്നില്ല നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ. ആരോഗ്യരംഗത്തെ താറടിച്ചു കാണിക്കാൻ ഗൂഢശ്രമം നടക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രി ഇന്ന് കണ്ണൂരിൽ പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയും ഏതാണ്ട് സമാനമായ നിലയിൽ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തി. അത് അന്താരാഷ്ട്ര ചില ഇടപെടലുകൾ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സംശയിക്കുകയാണ്. അങ്ങനെ വലിയ ഗൂഢശ്രമം നമ്മുടെ ആരോഗ്യ മേഖലയെ തകർക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്നു എന്നതാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സ്വാഭാവികമായും ആളുകൾ കൂടുതൽ
സർക്കാർ ആശുപത്രികളെ മോഹൻ, ഞാൻ ഇതിന്റെ അവിടെ പിടിക്കണം എന്ന് ഈ അന്താരാഷ്ട്ര ഭീമന്മാർ കാണുകയാണ്. അവരുടെ അജണ്ടകൾ പാവപ്പെട്ട നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാവില്ല. അതിനായി വിലക്കെടുക്കേണ്ടവരെയൊക്കെ അവർ വിലക്കെടുക്കും. പല വഴികൾ, പല മാർഗങ്ങൾ അവർക്കുണ്ട്. ആ വഴികൾ സ്വീകരിക്കുകയാണ്. ഈ കേരളത്തിലെ മികവാർന്ന ആരോഗ്യ രംഗത്തെ താറടിക്കാനുള്ള ശ്രമം അതിന്റെ ഭാഗമാണ്. ഒന്നിനു പുറകെ ഒന്നായി കഥകൾ വരയുന്നത് അതിന്റെ ഭാഗമാണ്. അവർക്കാവശ്യം കേരളത്തിലെ ആരോഗ്യരംഗം ഒന്നുമല്ല എന്ന് സമർത്ഥിക്കലാണ്. കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിന്റെ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ വാക്കുകൾ പറയുന്നത്. ഒപ്പം തന്നെ വലിയ പണക്കാരനായ ഒരു വ്യക്തി ഇവിടുത്തെ സർക്കാർ ഹോസ്പിറ്റലിൽ പോകണം എന്ന് ആഗ്രഹിച്ച കാര്യം മുഖ്യമന്ത്രിയോട് പറഞ്ഞതും പിന്നീട് താൻ പിശുക്കനാണ് എന്ന് തെറ്റിദ്ധരിക്കുമോ എന്ന കാര്യം പറഞ്ഞതുമൊക്കെ ഈ ചടങ്ങിലും മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആരെയാണ് മുഖ്യമന്ത്രി, ഈ അന്താരാഷ്ട്ര ഭീമന്മാർ ഈ ആരോഗ്യരംഗം തകർക്കാൻ ഇടപെടുന്നത് എന്നതിൽ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടില്ല. എന്തായാലും ആരോഗ്യമന്ത്രിയും സമാനമായ നിലപാട് തന്നെ സ്വീകരിക്കുന്നു. ആരോഗ്യ മേഖലയെ അപമാനിക്കുന്നവർക്ക് ചില പ്രത്യേക അജണ്ടകൾ ഉണ്ട് എന്നതാണ് ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആ ചടങ്ങിൽ പറഞ്ഞത്. വീണ ജോർജിന്റെ വാക്കുകളിലേക്ക്. കേരളത്തിൽ സർക്കാർ ആരോഗ്യ മേഖലയെ ആക്രമിക്കുന്നവർക്ക് ചിലർ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ ആക്രമിക്കുന്നവർക്ക് അവർക്ക് നിശ്ചിതമായിട്ടുള്ള അജണ്ടകളുണ്ട്. ആസൂത്രിതമായിട്ടുള്ള അങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് മുന്നിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്നു പോകില്ല. എന്തായാലും ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ട്, സിസ്റ്റത്തിൻ്റെതാണ് പ്രശ്നം എന്ന് തുറന്നു പറഞ്ഞത് ആരോഗ്യമന്ത്രിയാണ്. അപ്പോൾ അവിടെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി അത് തിരുത്തുക എന്നതാണ് ലക്ഷ്യമായി കാണേണ്ടത്. പക്ഷേ ഈ ചില തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയവർക്ക് നേരെ തന്നെ ഇപ്പോഴും വാളോങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, നമ്മുടെ ആരോഗ്യ മേഖല വളരെ മികവുറ്റതാണ്. അത് ഓരോ കേരളീയനെ സംബന്ധിച്ചും അഭിമാനിക്കാവുന്നതാണ്. പക്ഷേ അതിൽ സ്വകാര്യ മേഖലയ്ക്കും ഒപ്പം തന്നെ പൊതുമേഖലയ്ക്കും ഒരേ പങ്കാളിത്തം തന്നെയുണ്ട്. അല്ലെങ്കിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കുറച്ച് കൂടുതലാണ് എന്നതുകൂടി നമ്മൾ കാണണം. അത് ഓരോ കാലങ്ങളായി ഉണ്ടാക്കിയെടുത്തതാണ്. തെറ്റുകൾ തിരുത്തിയും അവിടെ പരിഹരിച്ചും ഒക്കെ തന്നെയാണ് നമ്മൾ ഈ നേട്ടം എത്തിപ്പിടിച്ചത്. അപ്പോൾ ഏതെങ്കിലും ഒരു പോരായ്മ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ അവിടെ പ്രശ്ന പരിഹാരത്തിനുള്ള ഇടപെടലുകളാണ് ഉണ്ടാകേണ്ടത്. അവിടെ അത് ചൂണ്ടിക്കാട്ടിയ വ്യക്തിയെ പീഡിപ്പിക്കുന്ന, ഒറ്റപ്പെടുത്തുന്ന നിലപാടുകൾ തുടരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് വീണ്ടും തുറന്നു പറച്ചിലുകളുമായി രംഗത്ത് വരേണ്ടി വരുന്നത്. എന്തായാലും തെറ്റുകൾ തിരുത്തി തന്നെ നമ്മുടെ സിസ്റ്റം മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശിക്കാം.